പ്രണാമം. ശ്രീ ഭഗവാനുവാചയിലേക്ക് ഏവർക്കും ഹാർദ്രമായ സ്വാഗതം. ശ്രീ ഭഗവാനുവാചയിലൂടെ അമൂല്യമായ ആധ്യാത്മിക വിഷയങ്ങൾ വളരെ ചുരുക്കത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. കഴിഞ്ഞ വീഡിയോയിലൂടെ ഭഗവാൻ ആരെന്ന് നാം കണ്ടു. അദ്ദേഹത്തെ ഒരു സ്വർണ്ണക്കട്ടയോട് ഉപമിക്കുകയാണെങ്കിൽ ജീവാത്മാവ് അതിലെ വെറും ഒരു പൊട്ടു മാത്രമെന്ന് നാം പറയുകയുണ്ടായി. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഭഗവാനെ ഒരു മഹാസമുദ്രത്തോട് ഉപമിക്കുകയാണെങ്കിൽ ആ മഹാസമുദ്രത്തിൽ നിന്നും അല്പം ജലം ശേഖരിച്ച് ഒരു ചെറുകുടത്തിൽ സംഭരിച്ചു വെക്കുകയാണെങ്കിൽ ആ ചെറുകുടത്തിലെ ജലത്തിനെ മഹാസമുദ്രം എന്ന് വിളിക്കുവാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ചെറുകുടത്തിലെ ജലം മഹാസമുദ്രത്തിൽ നിന്നും അളവിൽ വ്യത്യാസമാണ്. എന്നിരുന്നാലും ചെറുകുടത്തിലെ ഓരോ തുള്ളി ജലത്തിലും മഹാസമുദ്രത്തിലെ പോലെ തന്നെ ഉപ്പുരസമുണ്ട്. ജീവാത്മാവ് ഭഗവാനിൽ നിന്നും അളവിൽ വ്യത്യാസമാണ്, എന്നാൽ ഗുണത്തിൽ തുല്യരും. ഭഗവാൻ വിഭുവാണ്, ജീവാത്മാവ് അണുമാത്രം. ശ്രീമദ് ഭാഗവതം 3-ാം സ്കന്ധത്തിൽ കപിലദേവൻ തൻ്റെ മാതാവായ ദേവഹൂതിക്ക് ആരാണ് ജീവാത്മാവ് എന്ന് വളരെ മനോഹരമായി വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ഭഗവത്ഗീത 7-ാം അധ്യായത്തിൽ ഭഗവാൻ അർജുനനോട് പറയുന്നു, അപരേയമിതസ്ത്വന്യാം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂത മഹാബാഹു ഏദം ധാര്യതേ ജഗത്. ഏ മഹാബാഹുവായ അർജുന, എനിക്ക് മറ്റൊരു ഉത്കൃഷ്ട ശക്തിയുണ്ട്. താഴ്ന്നതരം ഭൗതിക പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ജീവാത്മാക്കളാണ് അത്. യഥാർത്ഥത്തിൽ ആരാണ് ജീവാത്മാക്കൾ? ജീവാത്മാക്കൾ ഭഗവാന്റെ ശാശ്വതമായ വിഭിന്ന അംശങ്ങളാണ്. അത് സച്ചിദാനന്ദമാണ്. തുടക്കത്തിൽ ആധ്യാത്മിക ലോകത്തിൽ ഭഗവാനോടൊപ്പമായിരുന്നു. എന്നാൽ ഏതോ ഒരു നിമിഷത്തിൽ ഭഗവാനോട് അസൂയ തോന്നുകയും അദ്ദേഹത്തെ പോലെ ആസ്വദിക്കണം എന്ന ആഗ്രഹമുണ്ടായതിനാൽ ഈ ഭൗതിക ലോകത്തിലോട്ട് പതിക്കപ്പെട്ടു. ഭഗവാൻ പരമകാരുണ്യവാനാണ്. ഭൗതിക ലോകം അദ്ദേഹം സൃഷ്ടിച്ചത് തന്നെ ജീവാത്മാക്കളുടെ ആഗ്രഹ പൂർത്തീകരണത്തിനു വേണ്ടിയാണ്. ഈ ഭൗതിക ലോകം അദ്ദേഹത്തിൻ്റെ തന്നെ ദിവ്യശക്തിയായ മായാദേവിയുടെ മേൽനോട്ടത്തിലാണ്. ഒരിക്കൽ ഇവിടെ പതിക്കപ്പെട്ട ജീവാത്മാവിന് മായാദേവിയെ അതിക്രമിച്ചുകൊണ്ട് ഇവിടെ നിന്നും തിരികെ പോകുക എന്നത് വളരെ പ്രയാസകരമാണ്. ഭഗവാൻ പറയുന്നു, മമ മായാ ദുരത്യ എന്ന്. എൻ്റെ മായാശക്തിയെ അതിക്രമിച്ചുകൊണ്ട് തിരികെ പോകുക എന്നത് വളരെ പ്രയാസമാണ്. എന്നാൽ അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് ഇത് വളരെ എളുപ്പവുമാണ്. പക്ഷേ ജീവാത്മാക്കൾ ഈ ഭൗതിക ലോകത്തിൽ ഭഗവാനെ മറന്നുകൊണ്ട് തൻ്റെ ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുന്നു. കർമ്മത്തിൻ്റെയും പ്രതികർമ്മത്തിൻ്റെയും ഫലമായി അനേകം ശരീരങ്ങളിൽ ബന്ധിക്കപ്പെടുന്നു. ഏതു തരത്തിലാണോ ഒരു പക്ഷി വിവിധ തരം കൂടുകളിൽ ബന്ധിക്കപ്പെടുന്നത്, അതേപോലെ ജീവാത്മാക്കൾക്ക് അനേകം ജീവജാലങ്ങളുടെ ശരീരം എടുക്കേണ്ടി വരുന്നു. തൻ്റെ കർമ്മത്തിൻ്റെ ഫലമായി 84 ലക്ഷം ജീവജാലങ്ങളുടെ വ്യത്യസ്ത ശരീരങ്ങളിലൂടെ ജീവാത്മാക്കൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ജ്ഞാനപ്പാനയിൽ പറയുന്നുവല്ലോ, അജം ചത്തൊരു ഗജമാകുന്നു, ഈച്ച ചത്തൊരു പൂച്ചയാകുന്നു, നരി ചത്ത് നരനാകുന്നു എന്നിങ്ങനെ. അനേകായിരം വർഷങ്ങൾ ജീവാത്മാക്കൾ വ്യത്യസ്ത തരം ജീവജാലങ്ങളുടെ ശരീരത്തിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. പത്മപുരാണത്തിൽ പറയുന്നത് പോലെ പരിണാമത്തിൻ്റെ ഫലമായി എപ്പോഴോ ഒരിക്കൽ ഒരു ജീവാത്മാവിന് ശ്രേഷ്ഠമായ മനുഷ്യജന്മം ലഭിക്കുന്നു. പക്ഷേ മനുഷ്യജന്മത്തിൻ്റെ ധർമ്മം എന്തെന്ന് ജീവാത്മാവ് മറന്നുപോകുന്നു. ഭഗവാൻ 15-ാം അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ പറയുന്നു, മമേവാംശോ ജീവലോകേ ജീവഭൂത സനാതന മനഃഷ്ടാനി ഇന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. ബന്ധനായ ജീവാത്മാവ് മനസ്സുൾപ്പെടെ 6 ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ഇവിടെ കഠിന അധ്വാനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കർമ്മത്തിൻ്റെ ഫലമായി, സത്കർമ്മം ചെയ്യുന്നതിൻ്റെ ഫലമായി അവർ ഉപരിലോകങ്ങളിലോട്ട് എത്തുന്നു. പുണ്യം നശിക്കുമ്പോൾ
വീണ്ടും തിരിച്ചു വരുന്നു. രജോ ഗുണത്തിന്റെ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട ജീവാത്മാവ് ഫലേച്ഛയോടുകൂടെ കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ ഇടയിൽ ജനിക്കുന്നു. തമോ ഗുണത്തിന്റെ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട ജീവാത്മാവ് വീണ്ടും മൃഗമായി ജനിക്കുന്നു. നീചകർമ്മങ്ങൾ ചെയ്യുന്ന ജീവാത്മാവ് നരകങ്ങളിൽ പോയി പഠിക്കുന്നു. കൊടും ക്രൂരതകൾ ചെയ്യുന്ന ജീവാത്മാവ് കൊടും ഇരുട്ടിൽ അധോഗതിയിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. ഭഗവാൻ ഭഗവത്ഗീത 8-ാം അധ്യായത്തിൽ പറയുന്നു, ആ ബ്രഹ്മാ ഭുവനലോക പുനരാവർത്തിനോ അർജുന. ബ്രഹ്മലോകം മുതൽക്കുള്ള എല്ലാ ലോകങ്ങളും ജീവജാലങ്ങൾ ജനന മരണ ചക്രങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ഭൗതിക ലോകം ദുഃഖാലയവും അശാശ്വതവുമാണ്. ആദ്യത്തെ ഉത്കൃഷ്ട ജീവാത്മാവായ ബ്രഹ്മദേവൻ മുതൽ ഉറുമ്പ് വരെ എല്ലാവരും ജനന മരണ ചക്രങ്ങളിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. ഇവിടെ ജീവാത്മാവ് ഭഗവാനെ മറന്നുകൊണ്ട് ഭൗതിക ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. ഈ ഭൗതിക ലോകം ദുഃഖാലയമാണ്, അശ്വാശ്വതമാണ്. യഥാർത്ഥത്തിൽ ഒരു ജീവാത്മാവിന് ഭഗവാനെ മറന്നുകൊണ്ട് പരമാനന്ദം ഇവിടെ അനുഭവിക്കുക എന്നത് അസാധ്യമാണ്. എന്നാൽ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ താൻ ആരാണെന്നും തനിക്കും ഭഗവാനുമായുള്ള ബന്ധം എന്താണെന്നും അന്വേഷിക്കുന്നു. എന്താണ് തൻ്റെ ശ്രേഷ്ഠമായ ഈ മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം അന്വേഷിക്കാൻ ശ്രമിക്കുന്നു. എന്താണ് ശ്രേഷ്ഠമായ മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യമെന്നും ഭഗവാനും ജീവാത്മാവും തമ്മിലുള്ള ബന്ധമെന്തെന്നും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ശ്രീല പ്രഭാത് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്. ഹരേ കൃഷ്ണ.